ഹലോ ഓൾ, വെൽക്കം ടു സൈറ ലേണിങ്സ്. അപ്പോൾ നമ്മുടെ ഫ്ലട്ടർ ടെക്കി റീൽസ് പ്രോഗ്രാമിൻ്റെ ആൻസർ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ നമുക്കുണ്ടാവും, അതേപോലെ അതിൻ്റെ 4 ചോയ്സുകൾ നമുക്കുണ്ടാവും. ഈ 4 ചോയ്സുകളും നമ്മൾ എന്ത് ചെയ്യും, എടുത്തുകൊണ്ട് എന്താണ് അത് എന്നുള്ളത് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. നമ്മൾ ഇങ്ങനത്തെ ഒരു പാറ്റേൺ നമ്മൾ പോകാനുള്ള കാരണം, ഈ 4 ചോയ്സും നമ്മൾ പഠിക്കുന്നതിലൂടെ ഒരുപാട് ടെക്നിക്കൽ സ്കില്ലുകൾ എന്ത് ചെയ്യും, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇമ്പ്രൂവ് ആവും. ഓക്കെ, ടെക്നിക്കൽ നോളജ് നമുക്ക് ഇമ്പ്രൂവ് ആവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനും ചോയ്സും നോക്കിക്കൊണ്ട് നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ടു ബിൽഡ് ഫ്ലട്ടർ അപ്ലിക്കേഷൻസ്? അഥവാ ഫ്ലട്ടർ അപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. മനസ്സിലാക്കണം, നമ്മൾ ഒരിക്കലും ടൂൾ കിറ്റ് അല്ല ചോദിച്ചത്, UI ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ല ചോദിച്ചത്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഓപ്ഷൻസ് നമുക്കുണ്ട്. കോട്ട്ലിൻ ഉണ്ട്, ഡാർട്ട് ഉണ്ട്, ജാവ ഉണ്ട്, ഗോ ഉണ്ട്. ഓക്കെ, അപ്പോൾ യഥാർത്ഥത്തിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ലോജിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്, അഥവാ സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്, അഥവാ നമുക്ക് ലോജിക്കുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചതും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഫ്ലട്ടറിൽ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് യഥാർത്ഥത്തിൽ ഡാർട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഫ്ലട്ടറിൽ യൂസ് ചെയ്യുന്നത്. ഫ്ലട്ടർ മൊബൈൽ ആപ്സുകൾ ഫ്ലട്ടർ യൂസ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ ഡാർട്ട് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും എന്താണ് ഡാർട്ട് എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ ഡാർട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ഗൂഗിൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ മെയിനായിട്ട് ഡാർട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒരിക്കലും എന്തിനു വേണ്ടിയിട്ട് മാത്രമല്ല യൂസ് ചെയ്യുന്നത്, മൊബൈൽ ആപ്പുകൾ അല്ലെങ്കിൽ ഫ്ലട്ടർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമൊന്നുമല്ല എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അതിന് വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് പറ്റും, അതേപോലെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാം, അതേപോലെ മൊബൈൽ ആപ്പുകളും ഒക്കെ ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡാർട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ആ ഒരു ലാംഗ്വേജ് ആണ് നമുക്ക് ഫ്ലട്ടറിൽ നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത് മൊബൈൽ ആപ്പിന് വേണ്ടിയിട്ട് മാത്രമല്ല, വെബ് ആപ്ലിക്കേഷൻ ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ്. അപ്പോൾ ഈ ലാംഗ്വേജ് സെപ്പറേറ്റ് നമുക്ക് പഠിക്കാം. ഫ്ലട്ടറിൽ എന്ത് ചെയ്യാം, ഈ ഒരു ലാംഗ്വേജ് ആണ് ബാക്ക് എൻഡ് ഡെവലപ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുന്നു. ഇനി നമുക്ക് ഫ്ലട്ടറിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഏത് ആപ്പുകളിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മളെ ഡാർട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ ഫ്ലട്ടർ ആപ്പുകളിലൊക്കെ ഡാർട്ട് ആവും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവുക, യൂസ് ചെയ്തിട്ടുണ്ടാവുക. അത് മനസ്സിലാക്കുക. ഞാൻ ജസ്റ്റ് കുറച്ച് ആപ്പുകൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഫ്ലട്ടറിൽ ഡെവലപ്പ് ചെയ്ത്, അലിബാബ ഗ്രൂപ്പിന്റെ, അതേപോലെ ഗൂഗിൾ ആഡ്സ്, അങ്ങനെ ഏതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നോക്കാം. ഫ്ലട്ടറിൽ ഡെവലപ്പ് ചെയ്ത ഒരു ആപ്പാണോ അവിടെ ഡാർട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതാണ് ഡാർട്ട്. ഇനി നമുക്ക് നമ്മൾ അടുത്ത ഓപ്ഷനിലേക്ക് വരാം, കോട്ട്ലിൻ. എന്താണ് കോട്ട്ലിൻ? കോട്ട്ലിൻ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ തന്നെ ഡെവലപ്പ്, ജെറ്റ് ബ്രെയിൻസ് ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ യൂസ് ചെയ്തുകൊണ്ട് ഒഫീഷ്യൽ അല്ലെങ്കിൽ നേറ്റീവ് ആൻഡ്രോയിഡ് ഡെവലപ്മെന്റിനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യും, നമ്മളെ കോട്ട്ലിൻ ലാംഗ്വേജ് യൂസ് ചെയ്യും. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു ആൻഡ്രോയിഡ് നേറ്റീവ് ഡെവലപ്മെന്റിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് പറയുന്നത് കോട്ട്ലിൻ ആണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കോട്ട്ലിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ആൻഡ്രോയിഡ് നേറ്റീവ് ഡെവലപ്മെന്റിൽ ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമുക്ക് മുന്നൊക്കെ ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്തിരുന്നു. ഇപ്പൊ അധികം അവർ ഒഫീഷ്യലായിട്ട് അവർ പറയുന്ന ഏത് ലാംഗ്വേജ് ആണ്, കോട്ട്ലിൻ ആണ്. വളരെ സിമ്പിൾ ആണ്, അടിപൊളി ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാല്, പഴയ ജാവ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത ആപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ ജാവയ്ക്കാരും മെയിനായിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവുക. അതിന്റെ കൂടെ എന്ത് ചെയ്യാൻ പറ്റും, പുതിയ മൊഡ്യൂളൊക്കെ കോട്ട്ലിൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം. മിക്സഡ് മോഡലൊക്കെ ചെയ്യാം, അഥവാ ജാവയും കോട്ട്ലിനും കൂടി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആപ്പിനെ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഒരു ആപ്പിൽ തന്നെ 2 ലാംഗ്വേജും യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും കോട്ട്ലിൻ എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ഒഫീഷ്യലി നമ്മൾ നേറ്റീവ് ആൻഡ്രോയിഡിന്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അധികം ഇപ്പോൾ എന്താണ് യൂസ് ചെയ്യുന്നത്, കോട്ട്ലിൻ ആണ്. ജാവ യൂസ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കുക. ഇനി നമുക്ക് അതിൻ്റെ ഒരു കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ആപ്പിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. പോസ്റ്റ് മേറ്റ്സ് ഉണ്ട്, അതേപോലെ ഊബർ ഉണ്ട്, അതേപോലെ നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്ന ആപ്പുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെയൊക്കെ ആൻഡ്രോയിഡ് ആപ്പുകൾ കോട്ട്ലിൻ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ജാവ, അടുത്ത ഓപ്ഷനാണ് നമുക്ക് ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കേൾക്കാത്തതായിട്ട് അധികാരമൊന്നും ഉണ്ടാവില്ല, കാരണം അത്രയും പോപ്പുലർ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്.
അത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസും ഉള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് തന്നെയാണ് ഇത് ജാവ. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ലാംഗ്വേജ് തന്നെയാണ് ജാവ ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ അതിന് മെയിനായിട്ട് നമുക്ക് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് പോസിബിൾ ആണ്. ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ മെഡിക്കൽ ഷോപ്പിൽ അതേപോലെ ടെക്സ്റ്റൈൽസിലൊക്കെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഒക്കെ യഥാർത്ഥത്തിൽ നമ്മൾ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ എന്ന് പറയാം. കാരണം അത് വർക്ക് ചെയ്യാൻ ഇന്റർനെറ്റിന്റെ ആവശ്യമില്ല. അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സിസ്റ്റത്തിൽ എന്ത് ചെയ്യണം, അത് ഇൻസ്റ്റാൾ ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള കുറേ ഡിസഡ്വാൻറ്റേജസും അതിനുണ്ട്, അഡ്വാൻറ്റേജസും അതിനുണ്ട്. ഓക്കെ, ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ജാവ യൂസ് ചെയ്യാം. വെബ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ജാവ യൂസ് ചെയ്യാം. മൊബൈൽ ആപ്ലിക്കേഷൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ J2ME, ജാവ 2 മൈക്രോ എഡിഷൻ എന്നൊക്കെ. അഥവാ J2ME തന്നെ നമ്മൾ പഴയ നോക്കിയ ഫോണൊക്കെ അല്ലേ, ഗെയിമൊക്കെ ഉണ്ടല്ലോ അതിൽ, അതിനൊക്കെ വേണ്ടിയിട്ട് ഗെയിം ഡെവലപ്മെന്റ് ഒക്കെ ചെയ്തിരുന്നത് യഥാർത്ഥത്തിൽ എന്താ, ജാവയുടെ J2ME ടെക്നോളജി ആ ഒരു സെക്ഷൻ യൂസ് ചെയ്തിട്ടായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ ജാവ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ എന്തല്ല ഒരു യൂസ് ചെയ്യാത്തൊരു ലാംഗ്വേജ് ഒന്നുമല്ല. ഓക്കെ, നല്ല യൂസ് ഉണ്ട്, വലിയ വലിയ കമ്പനീസ് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. നല്ല നല്ല കമ്പനീസേ ആ ലാംഗ്വേജ് യൂസ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കാരണം നമുക്ക് സ്പ്രിംഗ് ഫ്രെയിം വർക്കുകളൊക്കെ ഉണ്ട്. സ്പ്രിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ഫ്രെയിം വർക്ക് ഉണ്ട്, സ്പ്രിംഗ് ഉണ്ട്, സ്ട്രെറ്റ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിലൊക്കെ യഥാർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ജാവ ലാംഗ്വേജ്. നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസും അത്യാവശ്യം നല്ല സാലറി ആയിക്കൊക്കെ ഉള്ള ഒരു മേഖല തന്നെയാണ് ജാവ ഡെവലപ്പറായിട്ട് നമ്മൾ പോകാന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻസിൽ ജാവ ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ചില എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്പോട്ടിഫൈ, ട്വിറ്റർ, അതേപോലെ നമ്മളെ ഒപ്പേറ, അതേപോലെ ലിങ്ക്ഡിനൊക്കെ യഥാർത്ഥത്തിൽ ആൻഡ്രോയിഡ് ആപ്പിൽ ജാവ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, വാട്ട് ഈസ് ഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു സ്റ്റാറ്റിക്കലി ടൈപ്പ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയും. ഓക്കെ, ഒരു കാറ്റഗറിയാണ് കേട്ടോ. അത് ഗൂഗിൾ തന്നെയാണ് ഡെവലപ്പ് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്തതൊക്കെ ഗൂഗിൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടൂളാണ് ഡോക്കർ, അതേപോലെ കുബർനെറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡെവോപ്സ് ഉണ്ട്. ഡെവോപ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ട് അത് ഡിപ്ലോയ് ചെയ്യുന്ന ഒരു സെക്ഷനെ കുറിച്ചിട്ട് അതാണ് ശരിക്കും ഡെവോപ്സ് എന്ന് പറഞ്ഞ സംഭവം കേട്ടോ. ഓക്കെ, CI/CD എന്നൊക്കെ പറഞ്ഞ കോൺസെപ്റ്റുകളുണ്ട്. അതൊക്കെ നമ്മൾ ആ കോൺസെപ്റ്റുകളൊക്കെ നമ്മുടെ ചാനലിൽ വരും, ഓരോ പാർട്ടായിട്ട് വരും. ഓക്കെ, അപ്പോൾ എന്തായാലും അതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗോ ലാംഗ്വേജ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് എന്ത് ചെയ്യുക, അടുത്ത സെക്ഷനിൽ നമുക്ക് നല്ലൊരു ടോപ്പിക്കുമായിട്ട് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.